കഴിഞ്ഞ ക്ലാസ് നേരത്തെ നമ്മൾ റിഫ്ലക്ഷൻ, ലൈറ്റിന്റെ റിഫ്ലക്ഷൻ എന്തുവാന്ന് പഠിച്ചു അല്ലേ? ഓക്കെ, റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഒരു മീഡിയത്തിൽ തന്നെ ഒരു സർഫസിൽ വന്ന് ഇടിച്ചിട്ട് തിരിച്ചു പോകുന്നതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതിന് കുറച്ച് ലോസ് ഒക്കെ ഉണ്ട്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ കുറച്ച് ലോസ് ഒക്കെ അടിസ്ഥാനമാക്കിയാണ് ലൈറ്റ് ഒരു മീഡിയത്തിൽ തന്നെ ഒരു സർഫസിൽ വന്നിടിച്ച് തിരിച്ചു പോകുന്നത്. ഇനി ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്യുമോ? ലൈറ്റിനെ ഒരു മീഡിയത്തിൽ തന്നെ വന്ന് ഒരു സർഫസിൽ വന്ന് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ വന്ന് ഇടിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ റിഫ്ലക്ഷൻ, അത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രകാരം നടക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഇനി ലൈറ്റിനെ ഒരു മീഡിയത്തിൽ നിന്നുകൊണ്ട് ഇതൊരു മീഡിയം, ഇതൊരു എയർ എന്ന മീഡിയം, ഒരു മാധ്യമം, ലൈറ്റിനെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു മാധ്യമം, അതിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്യുമോ? അതിന് എക്സാമ്പിൾ ആണ് കാണിച്ചു തരാം. അതായത് ഇത് ഏതൊക്കെ മീഡിയമാണ്? ഇപ്പം ഇതെന്ന് പറയുന്ന എയർ, ഇതിന് ചുറ്റും ഈ ഗ്ലാസിന് ചുറ്റും എന്ന് പറഞ്ഞാൽ എയർ ഉണ്ട്. എയർ കഴിഞ്ഞിട്ട് ഇവിടെ ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസിനകത്ത് വാട്ടർ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഇത് ലൈറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. ലൈറ്റ് ഇപ്പം നോക്കിയാൽ മനസ്സിലാവും. ഉണ്ടോ ഇവിടെ ബീംസ്? ഇതിന് ഇപ്പം ഏതൊക്കെ മീഡിയത്തിൽ കൂടി ഈ ലൈറ്റ് ട്രാവൽ ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? എയറിൽ കൂടെ ആദ്യം ട്രാവൽ ചെയ്തു, ശേഷം ഗ്ലാസ്സിൽ കൂടെ ട്രാവൽ ചെയ്തു, അതിന് ശേഷം പിന്നെയും വാട്ടറിൽ കൂടെ ട്രാവൽ ചെയ്യുന്നു, അതിന് ശേഷം പിന്നെയും ഗ്ലാസ്സിൽ കൂടെ ട്രാവൽ ചെയ്ത് പിന്നെയും എയറിൽ കൂടെ ട്രാവൽ ചെയ്തിട്ടാണ് ഈ സർഫസിൽ വന്ന് വീണേക്കുന്നത് അല്ലേ? അപ്പം ഇങ്ങനെ ലൈറ്റിന് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ, ഇത് എയർ എന്ന മീഡിയം, വാട്ടർ എന്ന മീഡിയം, ഗ്ലാസ് എന്ന മീഡിയം, ഇങ്ങനെ ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ ലൈറ്റിന് ചില ലോസ്, ചില നിയമങ്ങൾ ഒബേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ, ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലൂടെ ലൈറ്റ് സഞ്ചരിക്കുമ്പോൾ അതിന് ചില വേറെ ലോസ് ഉണ്ട്, ലോസ് ഓഫ് റിഫ്ലക്ഷൻ പോലെ. അതിനെയാണ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ലോ അപ്പം ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് വേറൊരു മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്ത് പോകുന്നതിനെയാണ് റിഫ്രാക്ഷൻ. അപ്പം ആ പ്രക്രിയയാണ് റിഫ്രാക്ഷൻ. അതിന്റെ കുറച്ച് നിയമങ്ങളൊക്കെ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച ലോ ഓഫ് റിഫ്ലക്ഷന്റെ കൂട്ട് ഇവിടെ ലോ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് സ്നെൽസ് ലോ. സ്നെൽസ് ലോ എന്നും ഇതിനെ പറയും, ലോ ഓഫ് റിഫ്രാക്ഷനെ. ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് സ്നെൽസ് ലോ. ഓക്കെ, ഈ സ്നെൽസ് ലോ എന്ന് പറയാൻ കാരണം ഇത് സ്നെൽ എന്ന പേരുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. 1600 ഇത് കണ്ടുപിടിച്ചത്. സ്നെൽ എന്ന പേരുള്ള ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ് സ്നെൽസ് ലോ എന്ന് ഇതിനെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ലോ ഓഫ് റിഫ്രാക്ഷൻ പഠിക്കുന്നതിന് മുമ്പ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മീഡിയം ഉണ്ട്. ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലോട്ട് രണ്ട് മീഡിയം ഞാൻ ഇവിടെ വരയ്ക്കാം. ഇതൊരു മീഡിയം, ഇത് വേറൊരു മീഡിയം. ഇത് മീഡിയം 1, ഇത് മീഡിയം 1, ഇത് മീഡിയം 2. ഈ മീഡിയത്തെ വേണമെങ്കിൽ എയർ ആയിട്ട് എടുക്കാം, ഇതിനെ വേണമെങ്കിൽ വാട്ടർ ആയിട്ട്, ഇങ്ങനെ വെള്ളം എടുക്കാം, കുഴപ്പമില്ല കേട്ടോ. വേണം ഇത് എയറും ഇത് വാട്ടറും എന്ന് വിചാരിച്ചു. അപ്പോഴേ ലൈറ്റ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ മീഡിയത്തിൽ നിന്ന് ഈ മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്യുകയാണ്. അപ്പം ലൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് പിന്നെ എയറിലോട്ട് വരും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആണെങ്കിൽ ഇത് പിന്നെ ഇങ്ങനെ എയറിലോട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് എയറിലോട്ട് ഇങ്ങനെ പോകും. ഓക്കെ, എനിവേ ഇതിൽ
ഈ മീഡിയം 1 ലൈറ്റിന് ഒരു വെലോസിറ്റി ഉണ്ടല്ലോ, ഒരു സ്പീഡ്, ഒരു പർട്ടിക്കുലർ സ്പീഡ്. ഓക്കെ, മീഡിയം 1 ലൈറ്റിന് ഒരു വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന്റെ സ്പീഡ്. നമ്മൾ കാറും വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോൾ സ്പീഡോമീറ്റർ സ്പീഡ് കാണിക്കുമല്ലോ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ലൈറ്റിന് ഈ മീഡിയത്തിൽ ഒരു വെലോസിറ്റി ഉണ്ട്, ഈ മീഡിയത്തിൽ ഒരു വെലോസിറ്റി ഉണ്ട്. അപ്പം ഈ വെലോസിറ്റികൾ തമ്മിൽ ഓക്കെ, രണ്ട് മീഡിയത്തിൽ ലൈറ്റിന് രണ്ട് വെലോസിറ്റിയിലാണ് ലൈറ്റ് പോകുന്നത്. അത് നമുക്ക് അറിയാവുന്ന കാര്യം. ഈ മീഡിയത്തിലെ ലൈറ്റിന്റെ വെലോസിറ്റിയെ v1 എന്ന് വിളിച്ചു. ഈ മീഡിയത്തിലെ ലൈറ്റിന്റെ വെലോസിറ്റിയാണ് v1 വെലോസിറ്റിയിലാണ് ഇത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ വരെ വന്നത്. ലൈറ്റിന്റെ റേസ്, കണങ്ങൾ, ലൈറ്റിന്റെ പാർട്ടിക്കിൾസ് ഈ മീഡിയത്തിൽ ഇങ്ങനെ v1 വെലോസിറ്റി ട്രാവൽ ചെയ്ത് ഇവിടെ വരെ വന്നു. ശേഷം ഇത് ഈ മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്യുന്നത് v2 വെലോസിറ്റിയിലാണ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ആ മീഡിയത്തിൽ കൂടെ സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് സ്പീഡിലാണ് ലൈറ്റ് ഈ മീഡിയത്തിലും ഈ മീഡിയത്തിലും സഞ്ചരിക്കുന്നത്. അപ്പം ഈ വെലോസിറ്റികൾ തമ്മിൽ നമുക്ക് ചുമ്മാ വേണേൽ ഡിവൈഡ് ചെയ്യാം. ഈ വെലോസിറ്റിയെ ഈ വെലോസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് വെലോസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യാം. എന്താ ആ ഡിവൈഡ് ചെയ്യുമ്പോ കേട്ടില്ല, എന്താ? അത് പറയാം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടുമല്ലോ, v1 ഡിവൈഡ് ബൈ v2. ഡിവൈഡ് ചെയ്ത് നമുക്ക് എഴുതുമ്പോൾ നമുക്ക് എന്തോ ഒരു സംഖ്യ കിട്ടുമല്ലോ. ആ സംഖ്യയാണ് ആ സംഖ്യയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ആ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ്. ഓക്കെ, അപ്പൊ ഡിവൈഡ് കിട്ടുമ്പോൾ ആ സംഖ്യ, ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലൈറ്റ് ഈ മീഡിയം 1 നിന്നും മീഡിയം 2 സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം മീഡിയം ഇവിടെ നിന്ന് എവിടോട്ടാണോ പോകുന്നത്, അപ്പൊ എവിടെയാണോ ചെന്നെത്തുന്നത് അതാണ് അടിയിൽ വന്നിരിക്കുന്ന v2. ആദ്യത്തെ ഈ മീഡിയത്തിലെ വെലോസിറ്റിയാണ് v1. ഓക്കെ, ഇപ്പൊ ഈ എഴുതി വെച്ചിരിക്കുന്നത് ഇതിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, n21. ഈ നമ്പർ ഉണ്ടല്ലോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടിയ നമ്പറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഈ ഡിവൈഡ് ചെയ്യുമ്പോൾ v1 ബൈ v2 കിട്ടി. ഈ നമ്പറിനെ നമുക്ക് n21, ആദ്യം 2 അടിയിൽ എഴുതിയേക്കുന്ന 2 ആദ്യം വന്നു, പിന്നെ എഴുതിയ 1 രണ്ടാമത് വന്നു. ഓക്കെ, ഇപ്പം n21 എഴുതിയേക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, n21 യഥാർത്ഥ അർത്ഥം അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്? മീഡിയം 1 ആണോ മീഡിയം 2 ആണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇങ്ങനെ എഴുതിയേക്കുന്നത്? ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണിത്? അതാണ് ക്വസ്റ്റ്യൻ. എന്താ? n21 എഴുതിയിരിക്കുന്ന ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്? ആ സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഞാൻ പറഞ്ഞു, ലൈറ്റ് ഏത് മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് സഞ്ചരിക്കുന്നുവോ ആദ്യത്തെ മീഡിയം അല്ല, സഞ്ചരിച്ചെത്തിയ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സഞ്ചരിച്ചെത്തിയ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ആദ്യം സഞ്ചരിച്ച മീഡിയത്തിലെ വെലോസിറ്റി ബൈ രണ്ടാമത് സഞ്ചരിച്ച മീഡിയത്തിലെ വെലോസിറ്റി. അപ്പൊ ഇവിടെ കണ്ടുപിടിച്ചത് രണ്ടാമത് സഞ്ചരിച്ച സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതിനെ ഇങ്ങനെ എഴുതാം, n21 മീനിങ് എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ
of the second medium with respect to first medium, of the second medium കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് നമ്മൾ ചുമ്മാ പറഞ്ഞാൽ പറ്റത്തില്ല. N21 എന്ന് എഴുതിയിരിക്കുന്നത് ലൈറ്റ് സഞ്ചരിച്ച് രണ്ടാമതെത്തിയ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് N21. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് മീഡിയം. ഓക്കെ, അപ്പം നമുക്ക് തിരിച്ചെഴുതി വേണമെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ലൈറ്റിനെ പിടിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യിക്കണമായിരുന്നു. ഇവിടുന്ന് ഒരു ലൈറ്ററെ വരണമായിരുന്നു, ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈറ്ററെ ഇങ്ങനെ വരണമായിരുന്നു. ഇവിടുന്ന് നമ്മൾ ടോർച്ച് അടിച്ച് കൊടുക്കണമായിരുന്നു. ഇവിടുന്ന് ടോർച്ച് അടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ലൈറ്ററെ വരണമായിരുന്നു. ഇതിപ്പോൾ ലൈറ്റർ ഇങ്ങോട്ടല്ലേ പോയേക്കുന്നത്. അതിന് പകരം ഇനി ഈ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരുന്നു കണ്ടുപിടിക്കുന്നതെങ്കിൽ ലൈറ്ററെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ലൈറ്റിന്റെ അപ്പൊ ലൈറ്റിന്റെ വെലോസിറ്റി ഇൻ ദീസ് മീഡിയം വിത്ത് ഈ മീഡിയത്തിലെ വെലോസിറ്റി, ഈ മീഡിയത്തിലെ ലൈറ്റിന്റെ വെലോസിറ്റി ഡിവൈഡ് ബൈ ഈ മീഡിയത്തിലെ ലൈറ്റിന്റെ വെലോസിറ്റി ആവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം. ഈ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും. N12 കിട്ടും. കാരണം ലൈറ്റ് രണ്ടാമത് എത്തിയത് ഈ മീഡിയത്തിലോട്ടില്ല, ആദ്യം ഈ മീഡിയത്തിൽ നിന്ന് വന്നിട്ട് ഈ മീഡിയത്തിലോട്ട് എത്തി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. N12 കിട്ടും. ലൈറ്റിനെ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ മീഡിയത്തിലെ ലൈറ്റിന്റെ വെലോസിറ്റി ഡിവൈഡ് ബൈ ഈ മീഡിയത്തിന്റെ വെലോസിറ്റി എടുക്കുമ്പോൾ N12 കിട്ടും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏത് മീഡിയത്തിന്റെ ആണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേണ്ടത് അത് വേണം ഈ n കഴിഞ്ഞിട്ട് എന്നിന്റെ സബ്, എന്നിന്റെ ഇങ്ങനെ എഴുതുന്നതിനെ പറയുന്ന ഇങ്ങനെയാണ് n sub 21. സബാണ് സബ്. എന്നിന്റെ മേളിൽ ഒരു സാധനം എഴുതുന്നത് ഇപ്പം നമ്മുടെ n സ്ക്വയർ N2 എന്ന് എഴുതത്തില്ല, മേളിൽ പോയി n സ്ക്വയർ എന്ന് എഴുതുന്നത് എങ്ങനെ എഴുതുന്നത്? എന്നിന്റെ സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് 2 എന്ന് പറയും. എന്നിന്റെ സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് 2 എന്നാണ് നമ്മൾ പറയുന്നത്. എന്നിന്റെ താഴെയാണ് 2 എങ്കിൽ എന്നിന്റെ സബ്സ്ക്രിപ്റ്റ് ആണ് 2 എന്ന് നമ്മൾ പറയും. എന്നിന്റെ സബ്സ്ക്രിപ്റ്റ്. അപ്പൊ ഇതിനെ നമ്മൾ അപ്പൊ പറയുന്നത് n sub 2 എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ n sub 2. ഇവിടെ ഇപ്പൊ എഴുതിയിരിക്കുന്നത് n sub 21 ആണ് ഇതിനെ പറഞ്ഞത്. n sub 21. n sub 21. ഓക്കെ, അപ്പൊ ഈ ആദ്യം എഴുതിയിരിക്കുന്ന ഇത് ഏത് നമ്പറാണോ ആ മീഡിയത്തിന്റെ ആ ലേബലുള്ള മീഡിയത്തിന്റെ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് കിട്ടിയത് വിത്ത് റെസ്പെക്ട് ടു രണ്ടാമത് എഴുതിയിരിക്കുന്ന ഈ ലേബലുള്ള മീഡിയം. ഓക്കെ, അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സ്നെൽസ് ലോ, ഇനിയുമാണ് നമ്മൾ സ്നെൽസ് ലോയിലോട്ട് യഥാർത്ഥത്തിൽ കടന്നിരിക്കുന്നത്. സ്നെൽസ് ലോയിലോട്ട് കടന്നിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പോലെ വലുതായിട്ട് ഈ പടം വരച്ചു കേട്ടോ. ഈ പടം ഇച്ചിരി കൂടെ വലുതായിട്ട് വരച്ചു പഠിക്കാനൊക്കെ ഉണ്ട്. ഓക്കെ,
ആ ഓക്കെ ഓക്കെ. അപ്പം ഇനി സ്നെസ് ലോയും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്തിയേക്കാം. സ്നെസ് ലോ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഈ മീഡിയത്തിൽ നിന്നും ഈ മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ഈ മീഡിയത്തിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ നേരത്തെ പോലെ നമ്മൾ നോർമൽ വരച്ചിട്ടുണ്ട്. ഈ നോർമലുമായിട്ട് ഇതൊരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ ആംഗിളിനെ നമുക്ക് ഐ എന്ന് വിളിക്കാം. ഐ ഇൻസിഡന്റ് ആംഗിൾ. നേരത്തെ നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷനിൽ പറഞ്ഞ പോലെ ഇൻസിഡന്റ് ആംഗിൾ ഇത്. ഓക്കെ. ലോ ഓഫ് റിഫ്ലക്ഷനിൽ റിഫ്ലക്റ്റിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അത് രണ്ടും ഈക്വൽ ആയിരുന്നതായിരുന്നു ലോ ഓഫ് റിഫ്ലക്ഷൻ. ഇനി ഇതിൻ്റെ അതിൽ റിഫ്ലക്ഷൻ ആംഗിൾ അല്ല, റിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്ന് പറയുന്നത് ആർ. ഈ ആംഗിളിനെയാണ് സെക്കൻഡ് മീഡിയത്തിൽ നിന്നാണ് നമ്മൾ അത് എടുത്തിരിക്കുന്നത്. ലൈറ്റ് ഇങ്ങനെ ഈ മീഡിയത്തിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവുകയാണ്. അപ്പം ഇതിൻ്റെ നോർമലുമായിട്ടുള്ള ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഐ, ഈ ആംഗിൾ എന്ന് പറയുന്നത് ആർ. ഓക്കെ. ഇനി സ്നെൽസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സ്നെൽസ് ലോ പറയുന്നത് ഇവിടുത്തെ ഈ ആംഗിളിന്റെ സൈൻ എനിക്ക് ഇതാണ് സ്നെൽസ് ലോ പറയുന്നത്. അതായത് ഈ ആംഗിളിന്റെ സൈൻ ഓഫ് ദീസ് ആംഗിൾ, ഇത് ഏത് ആംഗിൾ ആയാലും സൈനും കോസൊക്കെ അറിയാവോ? അറിയത്തില്ല? ഓക്കെ. സൈനും കോസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ അറിയാമോ? ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിളുകളാണ് റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ സൈൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടിന്യൂസ് അല്ലേ? ഇത് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ്. ഇതെന്ന് പറയുന്നത് ബേസ്. ഇതെന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് അല്ലേ? ഓക്കെ. അപ്പം സൈൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, അതുപോലെ ഒരു ആംഗിൾ ഉണ്ട്, ഇതുപോലെ ഒരു ആംഗിൾ ഇവിടെ ഉണ്ട്, ഐ. കേട്ടോ? അപ്പം ഈ സൈൻ ഓഫ് ദീസ് ആംഗിൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഐ ഉള്ള ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡായ ഈ എ ഉള്ള ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ദീസ് ഹൈപ്പോട്ടിന്യൂസ്. ആ റേഷ്യോ, ആ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, സൈൻ എ ഡിവൈഡ് ബൈ എച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നമ്പർ, ആ നമ്പറിനെയാണ് സൈൻ ഓഫ് ദീസ് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് സൈൻ ഓഫ് ദീസ് ആംഗിൾ ഐ എന്ന് പറയുന്നത് ഈ ആംഗിൾ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ എ ഡിവൈഡ് ബൈ എച്ച്. ആ റേഷ്യോ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ നമ്പറിനെയാണ് സൈൻ ഓഫ് ദീസ് ആംഗിൾ എന്ന് പറയുന്നത്, സൈൻ ഐ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ നമുക്കിത് മാത്രമേ ആവശ്യമുള്ളൂ. കോസും ടാനൊക്കെ മാർക്സിൽ പഠിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ സൈൻ ഐ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തോ, ഇത് ചുമ്മാ നമ്മൾ ഈ ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഐ ആംഗിൾ ഉണ്ട്. അപ്പൊ സൈൻ ഓഫ് ദിസ് ഐ എന്ന് പറഞ്ഞാൽ ദിസ് എ ഡിവൈഡ് ബൈ ദിസ് എച്ച്, ആ റേഷ്യോ, ആ നമ്പറിനെയാണ് സൈൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ഈ സൈൻ ആർ എന്ന് പറയുന്നപ്പോൾ എന്തുവാ? സൈൻ ആർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടാക്കി. ഓക്കെ. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ദിസ് എ ഡിവൈഡ് ബൈ ദിസ് എച്ച് ആണ് ഇവിടുത്തെ സൈൻ ആർ എന്ന് പറയുന്നത്. ആ നമ്പർ കിട്ടുമ്പോൾ കിട്ടുന്ന ആ നമ്പറിനെയാണ് സൈൻ ആർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് സ്നെൽസ് ലോ പറയുന്നത്. അപ്പം ഇതിന്റെ സൈൻ ഓഫ് ദീസ് ആംഗിൾ എന്ന് ഡിവൈഡ് ബൈ സൈൻ ഓഫ് ദീസ് ആംഗിൾ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദീസ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദീസ് മീഡിയം N21.
ഇതാണ് റിഫ്രാക്ഷൻ്റെ ലോ. ഈ ലോ പ്രകാരമായിരിക്കും ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്യുന്നത്. കേട്ടോ? നമുക്ക് ഈ ലോയുടെ ഡെറിവേഷൻ ഒന്നും ഇപ്പോൾ പഠിക്കാനില്ല. ഈ ലോ നമ്മൾ ഡെറിവ് ചെയ്യുന്നത് ലോ ഓഫ് ലീസ്റ്റ് ടൈം അഥവാ ഫെർമാറ്റ് പ്രിൻസിപ്പിൾ വെച്ചാണ് നമ്മൾ ഈ ലോ ഡെറിവ് ചെയ്യുന്നത്. അത് നമുക്കിപ്പോൾ പഠിക്കാനില്ല. അതുകൊണ്ട് നമുക്കിപ്പം ഈ ലോ ഇങ്ങനെ വന്നു, ഈ ലോ പ്രകാരമാണ് ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്, ഇതാണ് ലോ ഓഫ് റിഫ്രാക്ഷൻ. ഇത് വെച്ച് പ്രോബ്ലം ഒക്കെ ചെയ്യാനുണ്ട്.